എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആരെയും കൊതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റൊക്കെ നമ്മൾ പലതരത്തിൽ ചെയ്യുന്നതല്ലേ. നമുക്ക് വെറൈറ്റീസ് പരീക്ഷിക്കാൻ പറ്റുന്നത് ചിക്കനിൽ നമ്മൾ ഏത് വെറൈറ്റി പരീക്ഷിച്ചാലും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓരോന്നിനും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ 1 കിലോ ചിക്കൻ്റെ പാകത്തിനുള്ളതാണ്. ഇതിനും കൂടുതൽ എടുക്കുന്നവർക്ക് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരക്കൊത്ത് നമുക്ക് ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ചിലവർക്ക് നാളികേരക്കൊത്ത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചിലവർക്ക് നാളികേര ഇടയിൽ കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇത് ഒരുപാട് വറുത്ത് മൂക്കണം എന്നൊന്നുമില്ല. ഏകദേശം 1 മിനിറ്റ് നേരം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഇതിലധികമാണ്, ഇഞ്ചി കുറവാണ്. ഇഞ്ചി ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു ഫുൾ കുടം വെളുത്തുള്ളി, അത് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഒരു ഫുള്ള് ഏകദേശം 8-10 ചോളോളം ഉണ്ടാവും. അത് നന്നായി ചതച്ച് രണ്ടും കൂടിയും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 സവോള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മസാല വേണ്ടവർക്ക് ഈ 4 സവോള ചേർക്കാം കേട്ടോ. മസാലയുടെ അളവ് കുറച്ചിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ 3 മീഡിയം സൈസ് സവോള മതിയാവും. എനിക്ക് റോസ്റ്റിൽ കുറച്ച് മസാല നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 4 സവോള ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പെട്ടെന്നൊന്ന് സവോള വാടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി വഴറ്റിയെടുക്കണം. സവോളയൊക്കെ വാടി ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം. അതായത് ഏകദേശം ബ്രൗൺ കളറായി വരണം കേട്ടോ ഈ ഒരു പാകത്തിൽ. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നടുവൊന്ന് തുഴഞ്ഞു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ നടുവിലേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ ഈ സമയത്ത് എണ്ണ ഇറങ്ങി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഏകദേശം 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കുക. പൊടി കരിയാതെ നോക്കണം കേട്ടോ. കരിയണോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് ഒപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വെന്ത് മൂത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് 4 പുറമൊക്കെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ വെന്ത് അതിൽ വെള്ളമെല്ലാം വറ്റി ചേർത്ത മസാലകളൊക്കെ മൂത്ത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കൂടെയൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. സവോളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഒന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഉപ്പ് അതിലുണ്ടാവും. ഇപ്പം നമുക്കതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട. ഒന്ന് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചിക്കൻ മസാലയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം 1 മിനിറ്റ് നേരം ചിക്കനൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് താത്തി വെച്ച് കൊടുക്കുക സ്റ്റൗവ്. അതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ചിക്കൻ തുറന്ന് നോക്കിയതാണ്. അതിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടച്ച് വെക്കുകയാണെങ്കിലും. ഇപ്പോൾ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ചിക്കൻ ഒരു 7-10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലേ വേണ്ടുള്ളൂ. ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് നന്നായി പെരണ്ട് വരും. അങ്ങനെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിക്കൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പ് ചട്ടിയിലാണ്. ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കുന്നവർ ഉണ്ടാക്കിയ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിൽ തന്നെ വെക്കരുത് കേട്ടോ.
ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടിയും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം വിളമ്പുമ്പോൾ ഇതുപോലെ മസാല പെരണ്ട് കിട്ടും കേട്ടോ. ഇത്രയും മസാല ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ 4 സവോള വെച്ച് ചെയ്യാം. അല്ല മസാല ഇത്ര ആവശ്യമില്ല ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഒരു സവോള കുറയ്ക്കാം കേട്ടോ. ഏകദേശം ഒരു 3 സവോള മതിയാവും. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കണം. സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റി റെസിപ്പിയായി കാണാം. താങ്ക് യു.